ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈ പ്രഭാതത്തിൽ കർത്താവ് നമ്മെക്കുറിച്ച് സന്തോഷിക്കുന്നുണ്ടെന്ന് തിരിച്ചറിഞ്ഞ് ദിവസം ആരംഭിക്കാം. ഒരുമിച്ച് കുരിശ് വരയ്ക്കാം. എൻ്റെ തമ്പുരാനെ, വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുക. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഒരിക്കലും മറക്കുവാൻ കഴിയാതെ യേശുവിൻ സാന്ത്വനം മനസ്സിൽ, ഒരിക്കലും മറക്കുവാൻ കഴിയാതെ യേശുവിൻ സാന്ത്വനം മനസ്സിൽ. എത്രയോ ധന്യം എൻ്റെ ജന്മം, എങ്ങനെ ചൊല്ലും നന്ദി നാഥ, എന്നെയും കൈക്കൊണ്ടു നീ ജീവനിൽ സ്നേഹമായി മാറി. ഒരിക്കലും മറക്കുവാൻ കഴിയാതെ യേശുവിൻ സാന്ത്വനം മനസ്സിൽ. സഫാനിയായുടെ പുസ്തകം 3-ാം അധ്യായം 17-18 വാക്യങ്ങൾ. The book of Zephaniah, chapter 3, verses 17 and 18. നിന്റെ ദൈവമായ കർത്താവ്, വിജയം നൽകുന്ന യോദ്ധാവ് നിന്റെ മധ്യേ ഉണ്ട്. നിന്നെക്കുറിച്ച് അവിടുന്ന് അതിയായി ആഹ്ലാദിക്കും. തൻ്റെ സ്നേഹത്തിൽ അവിടുന്ന് നിന്നെ പുനർപ്രതിഷ്ഠിക്കും. നിന്നെക്കുറിച്ച് അവിടുന്ന് അതിയായി ആഹ്ലാദിക്കുമെന്ന്. ഈ ദിവസം നമുക്ക് ലഭിക്കാവുന്ന ഏറ്റവും നല്ല തുടക്കമാണിത്. കർത്താവ് എന്നെക്കുറിച്ച് സന്തോഷിക്കും എന്ന ചിന്ത. ഇത് സഫാനിയ പ്രവാചകൻ കർത്താവിൻ്റെ കരുണാർദ്രമായ ഒരു മുഖം വെളിപ്പെടുത്തുകയാണ്. കർത്താവിൻ്റെ സ്നേഹത്തെ സഫാനിയ വെളിപ്പെടുത്തുകയാണ്. തൻ്റെ ജനത്തിൽ സന്തോഷിക്കുന്ന ദൈവം. ഗോഡ് ഡിലൈറ്റ്സ് ഇൻ ഹിസ് പീപ്പിൾ. തൻ്റെ ജനത്തിൽ ദൈവം സന്തോഷിക്കുന്നു. അത് അവർ പൂർണ്ണരായത് കൊണ്ടല്ല, അവരേറ്റവും വിശുദ്ധ ജനമായി ആയിരിക്കുന്നത് കൊണ്ടുമല്ല, പിന്നെയോ അവർ തൻ്റേതായതുകൊണ്ട്. ബിക്കോസ് ദേ ബിലോങ് ടു ഹിം. തൻ്റെ ജനത്തിൽ കർത്താവ് സന്തോഷിക്കുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ വലിയ പ്രിവിലേജാണത്, നമ്മൾ കർത്താവിൻ്റേതാണ് എന്നത്. എത്രയോ ധന്യം എൻ്റെ ജന്മം, എങ്ങനെ ചൊല്ലും നന്ദിനാഥ. ഇത് പാടി പ്രാർത്ഥിക്കുമ്പോൾ ഓർക്കണേ, വി ആർ പ്രിവിലേജ്ഡ് പീപ്പിൾ. ദൈവജനമാണ് നമ്മൾ. നമ്മെക്കുറിച്ച് കർത്താവ് സന്തോഷിക്കും. അതായത് നമ്മളിൽ വരേണ്ട ഒരു വലിയ മാറ്റമാണത്. നമ്മുടെ ചിന്തയിൽ, നമ്മുടെ വിചാരത്തിൽ. എന്താ അത്? കർത്താവ് നമ്മളോട് സഹിഷ്ണുത കാണിക്കുകയാണ്, കർത്താവ് നമ്മെ അങ്ങ് സഹിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് വിചാരിച്ച് എപ്പോഴും അങ്ങ് ചെറുതായി പൊയ്ക്കൊണ്ടിരിക്കാതെ, മറിച്ച് കർത്താവ് നിന്നെ സ്നേഹിക്കുന്നുണ്ട്, കർത്താവ് നിന്നിൽ സന്തോഷിക്കുന്നുണ്ട്. യു ആർ joyfully loved by your God. നമ്മുടെ ദൈവം സന്തോഷത്തോടെ നിന്നെ സ്നേഹിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് സംശയം വരും, എങ്ങനെയാണ് ഇത്രയും പാപിയായ, ഇത്രയും മോശക്കാരനായ, ഇത്രയും ഇടറിപ്പോയ, വീണുപോയ, കുരുത്തക്കേടുകൾ ഒത്തിരി കാണിച്ചു പോകുന്ന, അവിശ്വസ്തത, നന്ദികേട് ജീവിതത്തിൻ്റെ ഭാഗമായി പോകുന്ന കർത്താവിൻ്റെ സ്നേഹത്തിൽ നിന്ന് പല ആവർത്തി തട്ടിത്തെറിച്ച് ദൂരോട്ടകന്നു പോയ എന്നെ സ്നേഹിക്കാൻ കർത്താവിന് എങ്ങനെ കഴിയും? കർത്താവ് എന്നെ സ്നേഹിക്കുന്നുണ്ടാകില്ല എന്ന് ചിന്തിക്കാനാണ് എളുപ്പം. നമുക്കൊക്കെ ആ സംശയമുണ്ട്. എന്നെ ആർക്കും വേണ്ട, ദൈവത്തിന് പോലും വേണ്ട, ദൈവത്തിന് പോലും സ്നേഹിക്കാൻ കൊള്ളാത്തവളാണ് നമ്മളെന്ന് ചിന്തിച്ചു പോകുന്ന നേരമുണ്ട്. ആ നേരത്ത് സിയന്നയിലെ കാതറിൻ പറയുന്ന വാക്കുകൾ ശ്രദ്ധിക്കണേ. സെയിൻറ്റ് കാതറിൻ ഓഫ് സിയന പറയുന്ന കാര്യം ഇങ്ങനെയാണ്: ഗാഡ് ലവ്സ് us not because we are good, but because he is good. God loves us not because we are good, but because he is good. ദൈവം നമ്മളെ സ്നേഹിക്കുന്നത് നമ്മൾ നല്ലവരായതുകൊണ്ടല്ലെന്ന്,
മറിച്ച് അവൻ നല്ലവനായതുകൊണ്ടാണ്. കർത്താവിൻ്റെ നന്മയിലാണ് കർത്താവ് നമ്മെ സ്നേഹിക്കുന്നത്, നമ്മിൽ ആനന്ദിക്കുന്നത്. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവും ദൈവവുമായ ഈശോ മിശിഹായേ, ആനന്ദത്തിൻ്റെ ദൈവമേ, നിന്നെ ഞാൻ ആരാധിക്കുന്നു. കർത്താവേ, ഈ ദിവസം കുറെ കൂടെ സന്തോഷത്തോടെ, പ്രത്യാശയോടെ, ഒരു പുതിയ ചൈതന്യത്തോടെ ജീവിക്കാൻ നീ എന്നെ സഹായിക്കണേ. ഈ ഒരൊറ്റ ചിന്ത, എന്നിൽ എൻ്റെ കർത്താവ് സന്തോഷിക്കുന്നു, എന്നെ എൻ്റെ കർത്താവ് സ്നേഹിക്കുന്നു എന്നൊറ്റ ചിന്ത എനിക്ക് വലിയ ആശ്വാസമാകട്ടെ, എൻ്റെ മുറിവുണക്കട്ടെ, എനിക്ക് ബലം നൽകട്ടെ. കർത്താവേ, എൻ്റെ ഭയങ്ങളെ ഈ ചിന്ത മാറ്റട്ടെ, എൻ്റെ പ്രവർത്തികൾക്ക് ദിശാബോധം നൽകട്ടെ. കർത്താവിൻ്റെ കാരുണ്യത്തെ, സ്നേഹത്തെ ഏറ്റുപറഞ്ഞ് ഈ ദിവസത്തിൻ്റെ എല്ലാ പ്രയത്നങ്ങളെയും കർത്താവിന് വിട്ടുകൊടുത്ത് ദിവസത്തിൻ്റെ ആശീർവാദം സ്വീകരിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും എന്നും എല്ലാ കാലവും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.